കഴിഞ്ഞ ദിവസം ആരംഭിച്ച അജ്മീർ ഉറൂസിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നു കയറിയതിൻ്റെ തിക്കും തിരക്കും ബഹളങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആ വന്നു കയറിയ ഗസ്റ്റിൻ്റെ പേര് സന അൻസാരി എന്നാണ്. ഇവരെങ്ങനെയാണ് സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു ട്രെൻഡിനെ കുറിച്ച് പറയട്ടെ. ഇന്ത്യയിൽ നിന്നും മക്കയിലേക്ക് നടന്നു പോകുക എന്നൊരു ട്രെൻഡ്, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഷിഹാബ് ചോറ്റൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ ഹജ്ജിന് നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് നടത്തം തുടങ്ങി. പല ഉഡായിപ്പുകളും പല കോപ്രായങ്ങളും കാട്ടിക്കൊണ്ട് അവൻ യൂട്യൂബ്, ഫേസ്ബുക്ക് ഏണിങ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തൂടെ നാടകം കളിച്ച് നടന്നിരുന്നു. അന്ന് നമ്മളതിനെ വിമർശിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞു, നടക്കാൻ നടന്നോടെ ചെങ്ങായേ, അണക്കെന്താ കേട് എന്ന് ചോദിച്ചിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ കേടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറെ ആളുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നടന്നൗലിയായ ഷിഹാബ് ഇപ്പോൾ ആസാമിലോ ഗുജറാത്തിലൊക്കെ പോയിട്ട് അവിടെ പൂര പിരിവാണ്, പെട്ടിപ്പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ പ്രോഗ്രാമുകൾ നടത്തട്ടെ, അവന് പറ്റുന്ന പോലെയൊക്കെ അവൻ പറ്റിക്കാൻ നിന്നു കൊടുക്കുന്ന ആളുകളുള്ളിടത്തോളം കാലം. ഇത് ഒരു അപകടം പിടിച്ച ഒരു യാത്രയാണ്. ഇപ്പോൾ പല ആളുകളും ഇങ്ങനെ ഹജ്ജിന് ഉംറയ്ക്ക് മക്കത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതിനിടയ്ക്ക് അബ്ദുൽ സമദ് തങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും നടന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു പെണ്ണ്, സന അൻസാരി എന്ന് പറയുന്ന ഒരു പെണ്ണ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടി കാണാം. പോകുന്ന ട്രെൻഡുകളിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ട്രെൻഡിങ് ആയി മാറിയ ഒരു ലേഡിയാണ് സന അൻസാരി. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാൽനടയായിട്ട് സൗദി അറേബ്യയിലേക്ക് പോവുക എന്ന ക്യാപ്ഷനോട്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് കാൽനടയായിട്ട് സൗദി അറേബ്യയിലേക്ക് എന്നല്ല, ഇസ്ലാമിക നിയമപ്രകാരം, വിധി പ്രകാരം ഒരു പെണ്ണ് അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. അതിന് പരിധികളുണ്ട്. അതും അറിയില്ലേ? എന്നിട്ട് എങ്ങനെയത് ഒരു ഫർള് കർമ്മമായ, അല്ലെങ്കിൽ ഇസ്ലാമിൽ 5ാമത്തെ തൂണായ കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നുള്ള ആ ഒരു കർമ്മത്തിലേക്ക് അതെങ്ങനെ ആപ്റ്റാക്കുന്നത് വരെ? അതെങ്ങനെയാണ് ശരിയാവുക? ഒരു പെണ്ണിന് അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവിടെ സെൽഫി എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടുള്ളൂ. ഒരു പെണ്ണാണ്, ഹിജാബ് ഉണ്ടോ ഇല്ലേ, ആ പെണ്ണിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പുരുഷന്മാര് സെൽഫി എടുക്കുകയാണ്. എന്തുവാടെ ഇതൊക്കെ എന്ന് ചോദിക്കാൻ ആളില്ല. ചോദിച്ചോ വഹാബിയായി പോകും. അതാണ്. ഇനി ബാക്കി കണ്ടോളൂ നിങ്ങൾ. കൂടിയാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ നിന്നും നടന്ന് ഹജ്ജിനെത്തുക എന്നതാണ് ഇവരുടെ മിഷൻ. ആ മിഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടോ, ഒരു ചെങ്ങായി, വെള്ളിയിട്ടൊരു ചെങ്ങായി ഈ ഹിജാബ് ഇട്ട കയ്യൊറയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് കയ്യൊറയിട്ടിട്ടും കാര്യമില്ല, അന്യ പുരുഷന് കൈ കൊടുക്കുകയാണ്. എന്നിട്ട് ഒറ്റക്കാണ് യാത്ര ചെയ്യണത്. എവിടേക്കാണ് പോണത്? ഹജ്ജിനാ പോണത്. എന്താണ് ഹജ്ജ്? ഇസ്ലാമിൽ 5ാമത്തെ തൂണാ. ഇതിന്റെ പേര് എനിക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ബാക്കി കാണാം. ഇവർ പോകുന്ന വഴിയിലൊക്കെ തന്നെയും ഒരുപാട് ആളുകൾ ഇവർക്ക് സ്വീകരണങ്ങളും പൂമാലകളും അതുപോലെ ആന പൂമാല ഇടുകയാണ്. ഇത് ഇസ്ലാമിൽ ഇപ്പം നേരത്തെ പറഞ്ഞു ആന തൊട്ട, അതായത് അലവി സക്കാഫി കുറച്ച് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആന ഹറാമൊന്നുമല്ല, ആന ജായിസാണ്, ആനനെ തൊടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ലാന്ന്, ഒരു ജീവിനെയും തൊടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നായയുടെ ഒരു കാര്യത്തിൽ അതിൻ്റെ വിധി പലതരത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തുള്ള വിഷാംശമുള്ള വേർപ്പ് അത് മണ്ണ് കൂട്ടി കഴുകുക തന്നെ വേണം. മറ്റുള്ള ഭാഗങ്ങൾ ഹറാമാണെന്നോ ഹറാമല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ആനനെയും കൊണ്ട് ഈ സ്ത്രീക്ക് മാലടിപ്പിക്കുകയാണ്. ഇതിനെന്താണോ തെളിവുള്ളത്? ആരോട് ചോദിക്കാന്? കാണാം. നമുക്ക് പ്രാർത്ഥനകളുമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാർട്ട് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ ഭക്തിയുടെ ആഴം കണ്ടിട്ട്, ടച്ചിങ് ആയിട്ടുള്ള പാർട്ട് ഭക്തിയുടെ ആഴാണെന്നാ പറഞ്ഞത്. എന്താണ് ഭക്തി? എന്താണ് പൊന്നോ ഈ ഭക്തി എന്ന് പറഞ്ഞാല്? ഉത്തരേന്ത്യയിലുള്ള ഗ്രാമത്തിലുള്ള വൃദ്ധരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളടക്കം, സ്വർണ്ണാഭരണങ്ങളടക്കം ഊരി ഇവർക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ നടക്കുന്നത്. ഈ സ്വർണ്ണാഭരണങ്ങളും പണക്കെട്ടുകളും കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സാഹസത്തിനും മുതിർന്നിട്ടുള്ളത്. ഹറാമാണ് അവർ ചെയ്യുന്നത്. മഹറമില്ലാതെ ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല. അതിന് കാര്യമുണ്ട്. പോട്ടെ. പോകുന്ന സമയത്ത് വെറും 12,000 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇവരുടെ ചാനല് ഇവരുടെ യാത്ര ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 മില്യൺ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മാത്രം. അതാണ് കഥ. സബ്സ്ക്രൈബേഴ്സ് വെറും 12,000 ഉണ്ടായിരുന്ന ഈ
താത്ത. ആ താത്തയുടെ പേര് സന അൻസാരി എന്നാണ്. അവർ ഈ നടത്തം തുടങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ 1 മില്യൺ കടന്നു എന്നുള്ളതാണ്. നല്ല ഏണിംഗ് ആണ് ഇനി വരാൻ പോകുന്നത്. ഇനി ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു 4 മജ്ലിസും 4 ഉദ്ഘാടനവും അതുപോലെ തന്നെ ഏതെങ്കിലും വേദിയിൽ കയറിയിട്ട് ശിഹാബ് ചോറ്റൂരിനെ പോലെ 4 പൊട്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏണിംഗ് കൂടും. അത് വിവരദോഷികൾ നമ്മുടെ നാട്ടിൽ അത്രയും അധികമുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണത്. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, കാണാം നമുക്ക്. ആളുകളാണ് ഇവരുടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളോട് കൂടി കാത്തിരുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത്രേ ഉള്ളൂ. ശിഹാബ് ചോറ്റൂരിനെ പോലെ നടത്തം തുടങ്ങിയ ശിഹാബ് ചോറ്റൂർ നടന്നപ്പോൾ എന്താണ് പ്രശ്നം? അതിൽ രാഷ്ട്രീയപരമായിട്ട് മറ്റു പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. അത് ഒരു സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതവിടെ കിടക്കട്ടെ. ഇന്നും അവൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിലൂടെ. നമുക്ക് വിഷയമല്ല, നടക്കണോ നടക്കട്ടെ, ചെയ്യണോ ചെയ്യട്ടെ. പക്ഷേ ഇതുപോലെയുള്ള അനാചാരങ്ങൾ, ഹറാമായ കാര്യങ്ങളിലേക്ക് ആ നടത്തം എത്തി എന്നുള്ളത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ശിഹാബ് ചോറ്റൂരിന്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് കണ്ടുവെക്കാം. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ്, പറയും ഞാനാ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ്, തുടരും ഞാനീ പോക്ക്. अच्छा गाड़ी सब चाहिए, अल्लाह के लिए थोड़ा काम करके अच्छा कपड़ा पहनो, अच्छा गाड़ी, अच्छा घर, सब दुनिया में अल्हम्दुलिल्लाह अभी नियत करो. देखो अच्छा नियत से शिहाब भाई, हम लोग पूरा इंडिया में, मैं भी इंडिया में. केरला किधर है? केरला मेरा घर का कितना किलोमीटर? 20 किलोमीटर का बाद समुद्र है. वो समुद्र का सामने मेरा घर. उधर से दूसरा समुद्र जिद्दा समुद्र तक 8640 किलोमीटर पैदल चल के गए एक बार. पहले मैं भी अकेले जाने के लिए नियत किया. मैं भी पूरा इंडिया का पेट्रोल पंप का नंबर कलेक्ट किया सोने के लिए. खाना किधर मिलेगा नहीं बता सकते, पानी किधर मिलेगा नहीं बता सकते, किधर सोएगा नहीं बता सकते. मैं भी मस्जिद में सो सकते. हमारा इंडिया इज वेरी ब्यूटीफुल. मस्जिद, मंदिर, गुरुद्वारा, अल्लाह का सामने सजदा, रुकू सुजूद अल्लाह का सामने. ഇതാണ് ശിഹാബ് ചോറ്റൂരിന്റെ ഇന്നത്തെ അവസ്ഥ. ഒരു ഹജ്ജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഔലിയ പദവിയിലേക്ക്, നടന്ന ഔലിയ, അതുപോലെ യൂട്യൂബ് ഹാജി ശ്രേണിയിലേക്ക് ഉയർന്ന ഈ ശിഹാബ് ചോറ്റൂര് ഇതുപോലെയുള്ള ആളുകളെ ഇതുപോലെയുള്ള നടത്തത്തിന് വഴിവെച്ചത്, അതിൻ്റെ ആ ഭാഗം കൂടിയും ഏറ്റുവാങ്ങിക്കോളുണ്ടോ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലിയായിട്ടല്ല. അത് ഏത് രൂപത്തിലാണ് കിട്ടുക എന്നുള്ളത് നാളെ മഹ്ശറയിൽ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.